ശ്രീ അധ്യാത്മരാമായണം നിത്യപാരായണം ശ്രീരാമാവതാരമാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. 1-ാം ദിവസത്തെ പാരായണം കഴിയുന്നത്രേ 3 ദിവസത്തിന് 4-ാമത്തെ ദിവസത്തെ പാരായണമാണ്. ഓരോ ദിവസവും സമ്പൂർണ്ണമുള്ളതുകൊണ്ട് വളരെ മെല്ലെയാണ് നിങ്ങൾക്ക് പാരായണം പോകുന്നത്. ഇടയിൽ വന്നിട്ട് വായിക്കണം കേട്ടോ, ശരിയാകും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഹരി ഗണപതേ നമഃ. അവിഘ്നമസ്തു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ഹൃദി രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹാ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതൂകാൽ ഗർഭകന്മാരും 4 പിറന്നാരുടനുടൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിലച്ഛനായിട്ടല്ലോ അർക്കനും ഉദയം കർക്കടകം. അർക്കനൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയൻ. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ. ജഗദീശ്വരൻ ജന്മരഹിതൻ പരമേശ്വരൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടു അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യത്തിൽ. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്ന പോലെ. സഹസ്രതത്വോദ്ഭവ നാരദാദി സഹസ്രനേത്രമുഖ വിപുലേന്ദ്രന്മാരാലും മധ്യമായിരിപ്പോലും സുന്ദര ചിദൂരവും അഴകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭഗജ രാജിത കുസുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാന് വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ടലാഹാര കാജിനോപുരമുഖ മണ്ഡലങ്ങളുണ്ടു മണ്ഡലവദനവും. പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും. മോക്ഷകനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താരിജെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യ ദേവിതാനും വന്ദിച്ചു തിരുവരെ സ്തുതിച്ചു തുടങ്ങിനാൻ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്ദിരൂപടിയുമായ ദേവിയെ കൊണ്ടു വിശ്വം സതതം ശിക്ഷിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയം ആശ്രയിച്ചിന്തി മിത്ര ഉത്തമന്മാർക്കു പോലും അടിവാഴ്വേലയത്രേ. പരമൻ പരാപരം പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ. അച്യുതനനന്ദനം വിർദ്ധനം വ്യനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണപ്രദൻ നിത്യൻ.
നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാത വാക്യാർത്ഥവേദ്യനാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മ മധുബൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമർത്ഥേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാലിപി സേവൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകരല്ലോ നിത്യരൂപണീനൂനം നിത്യരൂപണിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങിനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണാവുന്നു മുക്തയാവിനിക്കിപ്പോൾ ഭക്തപുത്രാകുല സംസാര ദുഃഖാമുത നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേ നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാണാനും യോഗം വന്നു തൊൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം മുഴുകുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചിടായമാവൃഷ്ടിപതേ കേവലമലൗകികം വൈഷ്ണവാത്മായ രൂപം ദേവേശ മരക്കേണം മറ്റുള്ള കാണുന്നുണ്ടേ ലാലനാശ്ലേഷാജൻ രൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേനന്ദയാവിതേ പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലെ കടക്കണം സുഖ സംസാരാർണവം ഭക്തിപൂരിതം വീടു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതുമന്തരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിൽ നിങ്ങൾക്കു തനയനാൽ മാനുഷ വേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരകാരണമിപ്പോൾ ഏവം ഭൂതകമായ വിഷത്തെ കാട്ടിത്തന്നു ദുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളോ ഇല്ലല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൾ എന്നാൽ വന്നീരും മോക്ഷമില്ല സംശയമേതും യാതൊരു മധ്യനിക നമ്മിലെ സംവാദനീതാകരാ പഠിക്കലാൽ കേൾക്കലാൽ ചെല്ലുന്നതും സാധിക്കുമവനും സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മരണരണയുണ്ടാം ഉത്തരമനു ചെയ്തു ബാലഭാവത്തെ കൊണ്ടു തത്വരം കാലും കയ്യിൽ ഉടഞ്ഞു കരയുന്നു ഇന്ദ്രനീലാഭമുണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവൃന്ദാരക വൃന്ദിവന്തിതത്വൻ അവതാരം ഭൂവി വന്നവതാരം ചെയ്താൻ നമ്മനുണ്ടായിതെന്നാശു കേട്ടൊരു പന്തി ചെന്തനൻ അടബലമാനന്ദകുലനായാൽ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാത്മകാലങ്ങൾ ചെയ്താൽ പുത്രവസ്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിന്റെ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിരു നൽകി ഈശ്വരൻ പിന്നെ നാളും സുമിത്രാപുത്രന്മാരായുണ്ടായ തിരുവരും അമിത്രാന്തരൻ ദശരഥനും പിതാവിധി ചെയ്തിരു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തിരു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗകവത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാന പിന്നവർ നാട്ടിലും ഉണ്ടായിരുന്നു മഹോത്സവം കണ്ണുകളായിരവും തിരിച്ചു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി മക്കളെ രമിച്ചിരുന്നു നിത്യമെന്നോർത്തു വശിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമള കുമാരനും രാമനെന്നൊരു തിരുനാമവും കിട്ടാതല്ലോ ഭരത നിഗുണനാം കൈകേതനയനും ഭരത നിഗുണാമ മരുളി ചെയ്തു ലക്ഷണാനിധനായ സുമിത്രാതനയനും ലക്ഷ്മണനെന്നു തന്റെ നാമവും അരുളി ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമാൽ ശത്രുഘ്നെന്നു സുമിത്രാത്മജവരജനും നാമധേയവും നാലും പുത്രന്മാർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമായും ആനന്ദിച്ചാർ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.
സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും വർഗശത്രുക്കന്മാർ ഒരുമിച്ചെല്ലാ നാളും ഒരു വീടുന്നു പാഴ്സം സാരവശാൽ ഓമളന്മാരായവർ സോദരന്മാരുമായി ശ്യാമള നിറം കൊണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമത പൂർണ്ണ പാമ്പ് വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണ്ണാലാപത്തിയൂക്ഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും വിശേഷാനന്ദപദ ദേഹമർദ്ദവം കൊണ്ടും ബന്ധൂകദന്താംബുര ചുംബന രസം കൊണ്ടും ബന്ധൂരദന്താംബുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലത്തിലപാദാബ്ജയാനം കൊണ്ടും ഏതോ മോഹനങ്ങളും എത്തിരങ്ങളെ കൊണ്ടും അതനും അമ്മമാർക്കും നഗരവാസികൾക്കും നൽകിന സംശയങ്ങൾക്കുമെല്ലാം ഭാരതേശാദേശനാശ്വത്ത വർണ്ണാകാരമായി മാലീയമണിഞ്ഞതിൽ അഞ്ജനമണിഞ്ഞതിൽ മഞ്ജുളകരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും പ്രകാര മണികുണ്ടലും മിന്നിക്കുന്ന സമകണ്ഠ മണ്ഡലങ്ങളും ശാദൂലനങ്ങളും വിദ്യുവാമണികളും ഏതുടൻ കാക്കസ്വര മണികൾ മധ്യേ മധ്യേ പൊതുജാത്തിയൊരു കണ്ടോദ്യോതും മുത്തുമാലകളുമാരോ ശ്രീമന്യങ്ങളും വിലാസവും അങ്കനങ്ങളും വലിയ കങ്കണങ്ങളും അങ്കുലീലങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചനാസുരച്ച വീടാംബരോപരി കാന്തികൾ സൂര്യങ്ങൾ എന്നിവരും അലങ്കാരങ്ങൾ കൂടു സോദരന്മാരോടും അലങ്കാരത്തിൽ ദിവസമുണ്ടാകിയത് മുതലെത്തിങ്കലെല്ലാം വന്നത് തണുവിനും പൂതിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ വർഷം കൊണ്ടേവൻ രഞ്ജിപ്പിച്ചു സമൃദ്ധി കൗമാരം സംപ്രാപിച്ചതുമെന്നെ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവക ഉപനിച്ചത് ബാലന്മാരെ ഇവരോടു പുനരംഗങ്ങളും പാങ്കങ്ങൾ സ്മൃതികളും സ്മൃതികളും അമർസവുമെല്ലാം പാഠമായതോ പാർത്താൽ എന്തൊരു അത്ഭുതമവ പാഠകമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോക്താൽ ധനോവേദാംബോനിധി പാലകന്മാരപ്പന്നു കനിയന്മാരുന്നതു കണ്ടൊരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായ്മയും ലക്ഷ്മണന്മാരും കോമളന്മാരായ്മയും ഭരതശത്രുഘ്നന്മാർ സ്വാമി പുത്യഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനതുകാലം ഏകരാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുലകരഥമേറി പാണസംവിധേയനായ ലക്ഷ്മണനോടും ചേർന്നു വാണതോണീര കൃത്യാധ്യായങ്ങളും കൊണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനെ കാണായ ദുഷ്ടമുള്ള സന്ധ്യയും കൊല ചെയ്താൽ അരുണ ഹരി ഹരി കരി ഗിരി ഗിരി ഹരിശാദുലാദികള് വിരപജ്ഞമൃഗം വധിച്ചു കൊണ്ടുവന്നു ജലഗംഗാക്കൾ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിന നിത്യവും കുശസ്സുശുദ്ധായ കുളിച്ചുത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനിമത്തരണാങ്കുലം വന്നിച്ചനുജനോചന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീനി നീങ്ങാതെ ലോകം തന്നിൽ സന്തനം രഞ്ജിപ്പിച്ചു സമപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചെന്നു സന്തുഷ്ടാത്മാന ഉച്ചഭോജനം കഴിച്ചത സമശാസ്ത്രാദി പുരാണേ ഇതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ വീണ ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമി ബാലകവൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കങ്കിലോ പരമാർത്ഥമേടുവേ ചെയ്യുന്നല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാത്ത ആത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ജീവനസ്മരണ ജയ ജയ രാമ രാമ ഭഗവദേവാസുദേവായ രാമനായ മാലയാചരിച്ചതും രൂപം കൊണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ നിത്യസുന്ദരനാശു കഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടുപോകുന്ന ദശരഥൻ വിനാശ സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു
യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്ന് ഭക്ത്യ അസ്മിതം മുൻപരം തന്നോട് ചൊല്ലിടിനാൻ അസ്മേ നീ ജന്മവും നിന്ന് വന്നിതു സഫലമായി തിരുപടി എഴുതത്തിയത് മൂലം കൃതാർത്ഥാന്തനാത്മാവായി ഞാനിതാ തപോനിധേ ഇങ്ങനെയുള്ള നിങ്ങളുടെ ദേശം മംഗലമായി വന്നാക്കി സമ്പത്ത് കൊടുക്കാനേ വരും എന്തെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ തിരുപടി അരുൾ ചെയ്യണം ദയാവിധേ എന്നാലാകുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ വഴിയാതെ എന്നാലും പരമാർത്ഥം താപസകുലപതേ വിശ്വാമിത്രനും പ്രിയനായ വിശ്വാസത്തോടെ ദശരനോടതു നേരം ഞാൻ അമാവസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്യണമെന്ന കോമത്തെ മുടക്കുന്നു മാരീത സുഖാകും മുഖ്യന്മാരാന്തരന്മാരിവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പനായി അവനീപതേ രാമദേവനെ അയക്കേണം പുത്രൻ തന്നോട് നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം വഴിയാതെ നല്ലത് വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിതേ നരപതേ സിദ്ധാസഞ്ചനായ ഭക്തിസന്ധന നിർഭൻ മന്ത്രിച്ച് ഗുരുവിനോടെ ഏകാന്തേ ചൊല്ലിയിടിന എന്ത് ചെയ്വതു ഗുരു ചന്ദനം തന്നെ മമ സഞ്ചിടുവതില്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദൈവവശാ സിദ്ധിച്ച തനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്ന് നല്ലതിപ്പോളിന്ന് നിന്തിരുവടി ചിന്തിച്ച് തിരിച്ചറിവ് ചെയ്തിടുക വേണം എങ്കിലോ ദേവകുല്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ മാനുഷനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവിൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജകൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ ഇരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ് ചെയ്തു നിങ്ങൾ ഗുരാത്മനെ വിഷ്ണു പൂജ ധാന്യാദ്യോടും ഭക്തവത്സരം ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊള്ളുവരുമെന്നാൽ പുത്രനായി പിറക്കേണം എനിക്ക് ഭവാനെന്ന് സത്തരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നത് രാമനെന്നറിഞ്ഞാലും യതീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ഹരേ രാമ ഹരേ ജാനകീവനസ്മരണം ജയ രാമ രാമ ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാണ് സീതയായി വിതലയൻ ഇന്നലെ വന്നില്ല യാഗവേലയായുണ്ടായിരുന്നു ആഗതനായ വിശ്വാമിത്രനും അവർ തമ്മിൽ സന്തുഷ്ടനായ ദശരഥനും ഋഷിക്കനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവ്വം രാമലക്ഷ്മണന്മാരെ പുത്രന്മാരെ രാമ ലക്ഷ്മണാവലിയെ ചേർത്തു ഉണർന്നുടൻ വരുവാനായി ഗോവിനന്മുര ചെയ്താൽ ചാപതൂരീരഭാണഗർഗപാണികളായ ഭൂപതികുമാരന്മാരോട് കൗശികമുനി യാത്രയുമയപ്പിച്ചാശി ഭാഗങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരും വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരന്തരം ദാഹമെന്തെന്നതും വിശപ്പെന്നതും ദാഹവും വിശപ്പുണ്ടാകാതിരിപ്പാട് മാഹാത്മ്യമേറും
ദേവദേവനോ വിദ്യകളെന്നു രാമദേവനോ അനുജനുപദേശിച്ചു രാമദേവനും അനുജനുപദേശിച്ചു സിദ്ധാസാദികളും തീർന്നു ബാലന്മാരെ മക്കളെ ജന്മകടം നേടിനാൻ ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നു. പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിതേ രാമ വഴിയൊരുമേ അത് ബുക്കായി ഉണ്ടെന്ന് പേപ്പർ അടിച്ചിട്ടുണ്ട്. രാമാപോകുമാറി വഴിയോ കാലുമേ ഇതു കാലം കാളിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല ഭുവനവാസി ജനം ഭുവനേശ്വരാ പൂറ്റി കൊല്ലണം അവളെ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നും മാമനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുനാണുനി ചെയ്തു രാമനെല്ലാം ലോകവും ഒന്നു വിറച്ചിലതു നേരം ചെറുഞാണുനി കേട്ടു കോപിച്ചു നിശാചരി പെരികവേഗത്തോടും അടുത്തു വർഷിപ്പാനായി അന്നേരം ഒരു ശരമയിച്ചു രാഘവനും ചെന്നു താടകമാറി കൊണ്ടിതു രാമബാണം പാരിതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളെന്നു സ്വർണ്ണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോക രാമദേവാനുജ്ഞയാ കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു ലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാരനെ തത്ര വഹിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിയാരാസ്തയാപുരത്താലെ പൂക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വർണ്ണിച്ചാനതു നേരം രാമലക്ഷ്മണന്മാരും വർണ്ണിച്ചു മുനികളെ പ്രേമമു കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൻ വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമേ താപം കൂടാതെ രക്ഷിച്ചിടുവാനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തങ്ങൾ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിതേ യാഗവും ദീക്ഷിച്ചിരു കൗശികനതു കാലമാഗമിച്ചിരു നക്തഞ്ചരന്മാർക്കടയോടും മധ്യാത്മകാലേ മേൽഭാഗത്തിന്റെ നിന്നും അത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീജസുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൽ കൊന്നിരു സുബാഹുമാം അവനെയും ഒരു ശരമന്നേരം മാരീജനും ഭീതി പൂണ്ടോടിയിടിനാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ ഭിന്നനായേറിയൊരു യോജന പാഞ്ഞാലവൻ അന്നവൻ തന്നിൽ ചെന്നു വീണിതു രാമബാണം അന്നേരം അവിടെയും ചെന്നു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങോരു ശരണമില്ലാഞ്ഞവനെന്നെ രക്ഷിക്കണേ എന്നഭയം ബുക്കിടിനാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തിതു മൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീജനും പറ്റൻകുലകാരനാക്കിയ സൗമിത്രയും മറ്റുള്ള പടയെല്ലാം കൊന്നിരു ശരങ്ങളാണ് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിരു സന്തോഷത്താൽ ദേവദുന്ദുവികളും ഘോഷിച്ചിതതു നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാക്ഷരെ കൂടി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാൽ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പൂർണ്ണാശ്രുപൂർണ്ണാഗ്രകുല നേത്രപത്മങ്ങളോടും സംഖ്യയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ ഇരുന്നു 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായെന്നു ചെയ്തിരു 4-ാം ദിനം പിന്നെ മുനി അരുതുകാലം കളവെന്നുള്ളതേതു ജാനകി ജനകമഹീപതി തന്നെ മഹ
കുസുമ ഫലങ്ങളാൽ സർവമോഹനതരം ജന്തു സഞ്ചയഹീന കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുനഃ പുണ്ടരീകേശനും ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിത് ആർക്കുള്ളൂ മനോഹരമാശ്രയോഗ്യം നാനാ ജന്തു സംവേദം താൻ എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിനെ തത്വമെന്തെന്ന് അരുൾ ചെയ്യണം തപോനിതേ. എന്നതു കേട്ടു വിശ്വാമിത്രനുമര ചെയ്തു കന്നകചായീപരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും മരാമെങ്കിലോ കുമാരാനെ പാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസേ നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും താമസാവാഴും കാലം ലോകേശൻ കിട്ടുന്നില്ല. പറ്റിപ്പെട്ടു. ഗംഗേച്ചിന്റെ പുസ്തകമായിരുന്നു. ആയുർക്കരാഹില്ലയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമനീന്ദ്രനും വിധാതാവും ഗൗതമം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ 10 ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ച ഗൗതമ മുനീന്ദ്രനും തന്റെ പത്നിയായ ഒരഹില്യയോടില്ലായിരുന്നു. 10 ശാലയിലും ചിരകാലം വിഷമോഹിനിയായ ഒരഹില്യാരൂപം കണ്ടു ദുശ്ശവനും കുസുമായുധവശനായാൽ ചെന്തുണ്ടി മലർ വായ്മലരും പന്തക്കും മുലകളും ചന്ദ്രവേരിലും തുടക്കാമോ ആത്മനിപ്പതയിൽ എന്തൊരു കഴിഞ്ഞെന്ന് ചിന്തിച്ചു സന്താപം മുഴുകയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ച് ചിന്തിച്ചനം കണ്ട അനങ്കന്ധനായി വന്നാനല്ലോ അന്തരാത്മനെ വിപചേന്ദ്രന് മതിപ്പോൾ അന്തരം വരാതെ ഒരന്തരം എന്തെന്ന് നോക്കും നന്ദനനിലരൂപനായകൻ കൈക്കൊണ്ടന്റെയാമാലിങ്കൽ സന്ധ്യാവന്ദനത്തിന്റെ ഗോതമെന്ത് പോയ നേരം അന്തരാ പൊക്കാനുള്ള ചാന്തരെ മിത്രൻ തന്റെ ഉദയത്തോടടുത്തി നിന്നു കണ്ടു തന്ന സന്ദേഹം ചെന്ന നേരത്ത് കാണായി കൊണ്ടു വൃക്ഷാരാധിക്കോ മുരുകനെ പരാജപ്പോ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കൈക്കൊണ്ട മുനിയന്ത്രണം നെല്ലാരാകുന്നതെന്തിനോ ദുഷ്ടാത്മാവേ അല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്ത് മൂലം നിർദ്ദനായ ഭഗവാൻ എന്തൊരു നിർദ്ദനായ ഭഗവാൻ എന്തൊരു മഹാഭവി സത്യമെന്നോട് എല്ലായ്മയെല്ലാം അകപ്പെട്ടിട്ട് സഹസ്രമകനായി ഭവിക്കാവാനിക്ക് താപശേശ്വരനായ ഗൗതമൻ ഇങ്ങനെ പല പാദാംബോധമുണ്ടായിടുമ്പോൾ തീരുന്ന ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നന്നായി പലതും ചെയ്ത് കൊണ്ടിട്ട് കുപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നും പ്രധാന ഭൂതമാനന്ദയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നിട്ട് ചെയ്ത് മുനിക്ക് മകൾ പാർച്ചം വെക്കാൻ അന്നുകൊണ്ടിവിടെ
പാനേടിനാൾ അകല്ലയിൽ എന്തൊരു വഴി മനരണി ചന്തണിൽ കൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ള സന്താപം കൊണ്ടുകൊണ്ടു സന്തസമ്പത്തിൽ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമ തപസ്സോടും ഇവിടെ വസിക്കുന്നു. ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കൽമശേഷവും നിന്നുടെ പാദങ്ങളാൽ നിർമ്മൂലനാശം വരുത്തിയിടണം എന്നു തന്നെ നിർമ്മലനായി നന്ദനന്ദരസരതിയോടേവം പറഞ്ഞ തൃക്കൈയും പിടിച്ചുടജാങ്കണം ഉഗ്രമാ തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാന്തിയെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീരാമരാജാമൃതമില്ലേ വച്ചുതരാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായതഹല്യക്കും വന്നൊരാനന്ദവേദം ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയൻ നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീലമാം വസ്ത്രത്തോടും ശ്രീവത്സാംഗ വക്ഷത്തോടും സുസ്മിത വസ്ത്രത്തോടും ശിവാം സാംബുജലക സന്നിപ നേത്രത്തോടും വാസവനിലാമണി സംഘാത ഗാത്രത്തോടും വാസവാചരംഗ വഞ്ചിത പാദത്തോടും പത്തുരിക്കലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതകല്ലിക്കും തന്റെ ഭക്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നം അരുൾ ചെയ്ത് അപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ ആത്മനി ചിന്തിച്ചു കാലം ചെയ്തു സത്വരമധികാരികൾ കൊണ്ട് പൂജിച്ചതിനാൽ സന്താപം തീർന്നുകണ്ട നമസ്കാരം ചെയ്ത ചിത്തകാന്തികളേറ്റം വർദ്ധിച്ച ഭക്തിയോടും ദാനം ചെയ്തു അഞ്ജലിബദ്ധത്തോടും വ്യക്തമായൊരു കുളകാഞ്ചിത നേരത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും സ്വരൂപനെ കണ്ടു സദ്യോജാതനാനന്ദായി സ്ത്രീ ചെയ്ത ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ രാമായണ പാരായണം ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ വിഷ്ണു ഭുജംഗപ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഇദം സംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരം